കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാധാരണ നിലക്ക് കണ്ടുവരുന്ന ഒരു രീതി വിലയിൽ കുറവ് ഉപഭോക്താക്കൾക്ക് ഇത്തരം ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ ചെലവ് ബാധ്യതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ വരുമാന സമാഹരണ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. നിലവിൽ ഓപ്പൺ മാർക്കറ്റ് കടമെടുപ്പുകളിലൂടെ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നിരവധി നിയന്ത്രണങ്ങളുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ GST നിരക്ക് പരിഷ്കരിക്കുന്നതിലൂടെ പെട്ടെന്നുണ്ടാകുന്ന വരുമാന നഷ്ടം സംസ്ഥാനങ്ങളുടെ വരുമാന ശേഖരണ ശേഷിയെ കൂടുതൽ ദുർബലമാക്കും. അതുകൊണ്ട് GST നിരക്ക് പുനഃപരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാന നഷ്ടം വിലയിരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിന് സംവിധാനം ഏർപ്പെടുത്തണം. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് സംസ്ഥാനം നേടിയ വികസന കുതിപ്പിൽ പുതിയൊരു അധ്യായത്തിനു കൂടി ഈ മാസം 31-ന് തുടക്കമാവുകയാണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപ്പാത, ആ തുരങ്കപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അന്നാണ് തുടക്കം കുറിക്കുന്നത്. പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് 2134 കോടി രൂപയാണ്. 8.73 കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ 8.1 കിലോമീറ്റർ ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പാതയുടെ നിർവഹണ ഏജൻസി. കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 33 ഹെക്ടറോളം ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത്. ഇതിൽ വനഭൂമി നേരത്തെ കൈമാറിയിട്ടുണ്ട്. കൂടാതെ 90% സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു. ടണൽ റോഡിലേക്കുള്ള പ്രധാന പാതയുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. 2 പാക്കേജുകളിലായാണ് നിർമ്മാണം പൂർത്തീകരിക്കുക. പാലവും അപ്രോച്ച് റോഡും ഒന്നാമത്തെ പാക്കേജിലും, ടണൽ പാത നിർമ്മാണം രണ്ടാമത്തെ പാക്കേജിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 വരി ഗതാഗതമാണ് പദ്ധതിയിലുള്ളത്. ടണൽ വെന്റിലേഷൻ, അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട്, ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, CCTV, എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാകും. കഴിഞ്ഞ സർക്കാരിൻ്റെ 100 ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുരങ്കപാത പദ്ധതിക്ക് തുടക്കമിട്ടത്. ഒട്ടേറെ കടമ്പകൾ കടന്നാണ് അനുമതി നേടിയത്.
തുരങ്കപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിലിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം. ചുങ്കം യാത്രാ ദുരിതത്തിനും ചുരം യാത്രാ ദുരിതത്തിനും ഇതോടെ പരിഹാരമാകും. തുരങ്കപ്പാത യാഥാർത്ഥ്യമാവുന്നതോടെ കേരളത്തിൽ നിന്ന് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര സുഗമമാകും. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് ഗുണകരമായുള്ള ഒരു ചരിത്ര നേട്ടം കൂടിയായി ഇത് മാറും. നമ്മുടെ സംസ്ഥാനത്തുള്ള ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഫെബ്രുവരി 22 മുതൽ ആഗസ്റ്റ് 25 വരെയുള്ള കാലയളവിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി 3,82,366 വ്യക്തികളെ പരിശോധിച്ചു. 222 വലിയ അളവിൽ വിൽപ്പന നടത്തിയ കേസുകൾ, 704 ഇടത്തരം വിൽപ്പന കേസുകൾ, അങ്ങനെ ആകെ 23,652 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 24,986 പേരെ അറസ്റ്റ് ചെയ്തു. ഈ കാലയളവിൽ 16 കിലോഗ്രാം MDAയും 2,144 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ആഗസ്റ്റ് 17 മുതൽ 23 വരെയുള്ള കാലയളവിൽ എക്സൈസ് വിഭാഗം 30 കിലോഗ്രാം കഞ്ചാവും 17 ഗ്രാം MDMAയും 72 ഗ്രാം മെത്താഫിറ്റമിനും പിടികൂടിയിട്ടുണ്ട്. 311 കേസുകൾ രജിസ്റ്റർ